ഇന്ന് മൊറോക്കോയിൽ നമ്മുടെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിൽ തൊട്ട് താഴെയുള്ള ബീച്ചിൽ വന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇനി ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ക്രോക്കോ പാർക്കിലും അതുപോലെ തന്നെ വൈകിട്ട് ഒരു കേബിൾ കാറിലും കയറാൻ പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ക്രോക്കോ പാർക്കിലേക്കാണ്. അവിടെ മുതൽ അനാക്കോണ്ട വരെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ടാക്സി വിളിക്കുന്നില്ല. ചുമ്മാ അവിടുത്തെ ബസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ഈ ലോ ഫ്ലോർ AC ബസ്സില്ലേ, അതിൻ്റെ ഒരു ഫീലൊക്കെ വന്നു. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൊട്ട് താഴെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ബസ്സിന് കയറി പോവാണ്. നമ്മൾ അനാവശ്യ പ്രതീക്ഷ വെച്ച് ബസ്സിൽ കയറിയത് വെറുതെയായി. ഇതിൽ AC ഇല്ല, ഇരിക്കാനായിട്ട് സീറ്റും ഇല്ല. ഇനി ഒരു 1.5 മണിക്കൂർ ഈ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണം. എന്താണല്ലോ അത് മുന്നോട്ട് പോകും തോറും ഇതിനകത്ത് ചൂടും അതുപോലെ തന്നെ തിരക്കും കൂടി വന്നുകൊണ്ടേയിരുന്നു. രാവിലെ ബസ്സൊക്കെ കയറാനുള്ള എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബസ്സൊക്കെ കണ്ടപ്പോൾ മൊത്തം ചില്ലൊക്കെയാണ്. അപ്പോൾ ഞാനോർത്ത് AC ആണെന്നുള്ളതിൽ ബസ്സിന് കയറി. ബസ് AC അല്ലായിരുന്നു, ഒരുമാതിരി ചൂട് കാരണം പുഴുങ്ങിയെടുത്ത പോലെ പോരുന്ന വഴി ബസ് കേടുപോയി. അപ്പോൾ ഇറങ്ങി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത ബസ് വരുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് ടാക്സിയും കിട്ടിയായിരുന്നു. നോക്കണം ഇനി എങ്ങനെ വെച്ചാൽ എത്താൻ പറ്റുന്നത്. എന്തായാലും ഒരുപാട് താമസിക്കാതെ തന്നെ മെക്കാനിക് വന്ന് ബസ്സൊക്കെ ശരിയാക്കി. ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ കൊണ്ട് അവിടുന്ന് പോകുന്നു ക്രോക്കോ പാർക്കിലെത്തി. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ വാ ക്രോക്കഡൈലിന്റെ വായ്ക്കകത്തോട്ട് കയറിക്കും. ഇവിടുത്തെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കേട്ടോ. എത്ര റിയലാ പിന്നെ അത് കട്ടി കണ്ടോ പിന്നെ അതിന്റെ മഡഗാസ്കർ. ഓക്കെ കുഞ്ഞാവാ, ഇത് കണ്ടോടാ, ക്രോക്കഡൈലിനെ കണ്ടോടാ. അത് റിയലാ, അത് അനങ്ങാതെ കിടക്കുന്നു. അത് അനങ്ങുന്നേ ഇല്ല. റിയലാന്ന് തോന്നുന്നു കേട്ടോ. വേണ്ട, അവിടെ ഉള്ളതൊക്കെ വെള്ളത്തിലുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നുണ്ട്. കണ്ണു തുറന്നോ? ഏതാടാ, ഏതാ ഈ അറ്റത്തെയോ? എന്നാ അവനൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ. എനിക്ക് സിമെന്റ് വെച്ചുണ്ടാക്കി വെച്ചാണെന്ന് അറിയണ്ടേ. അത് എല്ലാത്തിനെയും ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ചുമ്മാ. ചിലപ്പോൾ ഇപ്പോൾ മറ്റവനാനങ്ങും. അത് ഉണ്ടാവും, കണ്ണു തുറന്നു. വായു അടച്ചിടാ. അത് അനങ്ങി കണ്ടോ. അത് റിയലാ. അപ്പോൾ വേണ്ടു തന്നെ ആണോ? വേണ്ടു തന്നെ കൂട്ടിയിട്ട് വയ്ക്കാൻ വെച്ചേക്കുന്ന പോലെ. കരയ്ക്ക് കിടക്കുന്നു നോക്കാം അവിടെ. അത് എനിക്ക് കയറി കിടക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതുണ്ട്, അത് നിറച്ച് മുതല കേട്ടോ. ശരിയാ. നമ്മുടെ നാട്ടില് സെയിം ഉണ്ടല്ലോ, ഒരു റെഡ് കളറില് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഹെവിയാ. അപ്പാനേക്കാൾ ഇച്ചിരി കൂടെ വെയിറ്റ്. ഓക്കെ. This is hippo. This is crocodile. This is a lion. And this is elephant.
wish I could touch it. അവിടെ ചിലപ്പോൾ തൊട്ടാ മാന്തൊക്കെ ചെയ്യൂടാ. തൊടത്തില്ല. നഖം കണ്ടുന്നുണ്ട്. കുഞ്ഞാവ് പറഞ്ഞേരാ ഔസ്റ്റിറ്റിന്ന്. ഔസ്റ്റിറ്റി. ഔസ്റ്റിറ്റി. അത് ഫുഡ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പറഞ്ഞ്. അത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ ഔസ്റ്റിറ്റി എന്ന് പറയുമ്പോ? ഔസ്റ്റിറ്റി. ഔസ്റ്റിറ്റി. ആണ്ട്രാ വരുന്നു എല്ലാരും. അതില്ല. കുഞ്ഞാവാ ഇങ്ങ് വന്നേടാ, മിററിൽ നോക്കിയടാ. അടുത്തു വാ. ഇച്ചിരി അകന്ന് തന്നെ വെച്ച്. ഇങ്ങോട്ട് വന്നേ. എനിക്ക് കൊച്ചി ഇച്ചിരി മാറുന്ന അമിഞ്ഞ വരട്ടെ. ഇച്ചിരി മാറുന്ന പിന്നെ രണ്ടുപേരും കുഞ്ഞായി പോയോ? ഇതാണ് ആ കുരങ്ങൻ ഓസ്റ്റിറ്റി. ഓസ്റ്റിറ്റി എന്ന് അതിന്റെ പേരായിരുന്നു. അത് വിളിച്ചു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് ആമ്പലല്ലേ ഇങ്ങനെ ഇതുള്ള ആ വള്ളിക്കൊട്ട പോലെ ഇത് ഇലയുള്ള അതാ പറഞ്ഞേ ഇങ്ങനെയുള്ള. എനിക്കറിയില്ല. സൺബാത്തിന് കിടക്കുക ക്രൊക്കഡൈൽ പാർക്കിൽ വന്നിട്ട്. എവിടെ? ഓക്കെ ഓക്കെ. അതിനെക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേക്ക്. വഴക്കുണ്ടാക്കി ഓടിച്ചാന്ന് തോന്നുന്നു. പാർക്കിൻ്റെ ഈ ഏരിയയിൽ ഇഗ്വാനാസ് ചുമ്മാ ഇങ്ങനെ പുറത്തോടെ എല്ലാം നടക്കുവാണ്. അതിനെ പൂട്ടിയിട്ടേക്കുന്നില്ല. നമ്മൾ നടക്കുന്നിടത്തോ തന്നെ അത് നടപ്പുണ്ട്. ശരിയാ. അനങ്ങുന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ. ഞാൻ ഓൾറെഡി അവിടെ എത്തിയോ? അപ്പൊ കൈ പിടിക്കാണോ പോയെ? ഞാൻ കൈ പിടിച്ചിട്ടില്ല, കണ്ടോ? ഒരു കൈ ഫോണാ. ഇനിയാ നമ്മൾ അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങണം. അപ്പാ ഞാൻ പെട്ടു. അപ്പാ ഈ ഫോണൊന്ന് പിടിച്ചേടാ. ആണ്ടാ കല്ല് ആടുന്നു മുകളില്.
കുഞ്ഞമ്മയാണോ ഉന്തി വിടുന്നത്? ഇത് ശരിക്കും കല്ലാണോ? അല്ല, ആ അല്ല, അല്ലല്ലേ? ആന്ന് തോന്നുന്നു കേട്ടോ. നല്ല കട്ടിയുണ്ട്. ആ കല്ല അത് അവരെന്തോ വെച്ച് പൈപ്പ് വെച്ച് അങ്ങനെ വെച്ചേക്കുന്ന. പിന്നെ ഡൈനോസറിന്റെ എഗ്ഗാ അല്ല ക്രോക്കഡൈലിന്റെ ആടാ. ഉണ്ടോ കാലങ്ങളുണ്ടോ? കൊച്ചി ഇന്നലെ എടുത്തില്ല, അതിന്റെ എത്ര ഉള്ളൂ. ഇതെന്തോടാ? അലിഗേറ്റർ ആണോ ഇത്? അലിഗേറ്ററിന്റെ കുഞ്ഞാണോ? അത് alligator. Wait, look at the snout under the alligator. അത് real ആണോ? ആ അറിയില്ല. breathing കാണുന്നു. ഓ ഓ കുഞ്ഞവാ, അനക്കോണ്ടസ് ആൻഡ് പൈത്തൺസ്. ഉണ്ടോ ഇവിടെ? ഹൈറ്റനും ഉണ്ടോ? പൈത്തനും ഉണ്ട്. ഇവിടെ അല്ല, അതെ ആ വഴി. ഇത് കണ്ടോ? ആ വഴി പോക്കോ. വാടാ. Wait, ഉണ്ടോ റൂട്ട്? അത് venomous ആണ്. ഇല്ല, അനക്കോണ്ടയും പൈത്തനും വെനമസ് അല്ല. ഉണ്ട് ചെമ്പരത്തി, വെള്ള ചെമ്പരത്തി. കട്ടച്ചെമ്പരത്തി. ആ അമ്മ ഞാൻ ഞെട്ടി അത്തോടെ നിന്നു. പെട്ടെന്ന് നോക്കി എന്നാ കയറിക്കോ കയറിക്കോ. ഭീകരമായിട്ടുള്ള അന്തരീക്ഷം.